സ്വഹാബികൾ കാലം കൊണ്ട് നമ്മുടെ മുമ്പിലാണ്. സ്വഹാബികളോളം എത്താൻ നമ്മൾ ആരെക്കൊണ്ടും കഴിയില്ല. പക്ഷേ അള്ളാഹു നമുക്ക് അവർക്ക് കൊടുത്ത നന്മ പോലെ നമുക്ക് ലഭിക്കുകയോ നമുക്ക് നഷ്ടപ്പെടുകയോ എന്താണ് അള്ളാഹുവിന്റെ തീരുമാനം? കാലത്തിൽ പിന്നിൽ വന്നതിന്റെ പേരിൽ ഈ ഉമ്മത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. സ്വഹാബത്തിന്റെ സ്ഥാനത്തേക്ക് എത്തില്ലേ, അത് ഉറപ്പാണ്. ഖൈറുൽ ഖുറൂനി ഖർനി. പക്ഷേ വലിയ പ്രതിഫലം നമുക്കും ഒരുമിച്ച് കൂട്ടാൻ വകയുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാന്മാരായ സ്വഹാബിമാർ, അവരുടെ മനസ്സിലുള്ള സ്നേഹം പറയാറുണ്ട്. ഞങ്ങൾക്ക് സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമർ എന്നവരെ ഇഷ്ടമാണ്. അവരെ പോലെയൊന്നും ഞങ്ങൾക്കാവാൻ കഴിഞ്ഞില്ലെങ്കിലും അവരോടൊക്കെയുള്ള സ്നേഹത്തിന്റെ പേരിൽ അവരുടെ കൂട്ടത്തിലായിട്ട് അല്ലാഹു ഞങ്ങളെ സ്വർഗ്ഗത്തിൽ എത്തിച്ചെങ്കിലോ. ഉഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും വഅർജൂ അൻ അനാല ബിഹിം ശഫാഅ وأكره من بضاعته المعاصي وإن كنا سواء في البضاعة. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശിഷ്യനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കുറിച്ച് പാടിയതല്ലേ അത്? എന്തൊരു മനോഹരല്ലേ, സുബ്ഹാനല്ലാഹ്. ഉസ്താദ് പറയാണ് ശിഷ്യനെ കുറിച്ച്, ശിഷ്യനാണ് എന്റെ ഉസ്താദ്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ 11 വയസ്സ് ഏകദേശം, ഓർമ്മ ശരിയാണെങ്കിൽ. ഇമാം ഷാഫിഈ തങ്ങളെക്കാളും വയസ്സുകൊണ്ട് ചെറുതാണ്. ഇമാം ഷാഫിഈ തങ്ങളുടെ ഹദീസ് പഠിച്ചിട്ടുണ്ട്, ഉസൂലുൽ ഫിഖ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇമാം ഷാഫിഈ തങ്ങൾ പറയും അഹ്മദ് ഇബ്നു ഹംബലാണ് എന്റെ ഉസ്താദ്. യാ അല്ലാഹ്, എന്താണ് ഇമാം ഷാഫിഈ തങ്ങളുടെ ആ ഒരു തവാദു നോക്കി മുഅ്മിനെ. എന്നിട്ട് പറയാണ് വഹിബ്ബുസ് സ്വാലിഹീന വലസ്തു മിൻഹും, എനിക്ക് സജ്ജനങ്ങളെ ഇഷ്ടമാണ്, ഞാൻ അവരിൽ പെട്ടവനല്ലെങ്കിലും. ഇമാം ഷാഫിഈ തങ്ങൾ യാ റബ്ബ് ഹാഷാ ലില്ലാ ഇല്ലം യകുൻ ഫി സ്വാലിഹീൻ. ഇമാം ഷാഫിഈ തങ്ങൾ സ്വാലിഹ് അല്ലെങ്കിൽ പിന്നെ ആരാണ് സ്വാലിഹ്? പക്ഷെ മഹാൻ പറഞ്ഞത് അങ്ങനെ, ഞാനൊരു നല്ല ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് നല്ല ആൾക്കാരെ നല്ല ഇഷ്ടമാണ്. വഅർജൂ അൻ അനാല ബിഹിം ശഫാഅ, അവരെ സ്നേഹിക്കുന്നത് കാരണം നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അവരുടെ ശുപാർശ ഞങ്ങൾക്ക് ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. വഅക്റഹു മൻ ബിദാഅതുഹുൽ മആസി വഇൻ കുന്നാ സവാഅൻ ഫിൽ ബിദാഅ. തിന്മ ചെയ്യുന്ന ആളുകളെ എനിക്ക് വെറുപ്പാണ്, ഞാൻ തിന്മ ചെയ്യുന്നവനാണെങ്കിൽ കൂടി. ആര് പറയാ? ഇമാമുന ശാഫിഈ തങ്ങൾ. യാ അല്ലാഹ്, നോക്കണേ, സ്നേഹത്തിന്റെ ചിറകുകളിലൂടെ നമുക്ക് മുൻഗാമികളുടെ തലമുറകളിലേക്ക് പറക്കാൻ കഴിയും. അത് അല്ലാഹു ചെയ്ത സൗഭാഗ്യമാണ്. ഹബീബായ നബി തങ്ങൾ, അവിടുത്തെ ഉമ്മത്തികളാണ് നമ്മൾ. പിൻഗാമികളായി വന്നതിന്റെ പേരിൽ നമുക്ക് നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല. സ്ഥാനമാനങ്ങൾ സ്വഹാബത്തിന്റേതൊപ്പം എത്താൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാറുണ്ട് താബിഈങ്ങളോട്, നിങ്ങൾ ഒരുപാട് നിസ്കാരമുള്ളവരും നോമ്പുള്ളവരും ഒക്കെയാണ്, പക്ഷേ അസ്ഹാബു റസൂലില്ലാ, നബിന്റെ സ്വഹാബികളോടൊപ്പം എത്താൻ അവരെക്കാളൊക്കെ നിസ്കാരം ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കും, പക്ഷെ അവരോടൊപ്പം എത്താൻ കഴിയില്ല. സ്വഹാബികൾ ഹബീബിന്റെ നൂറ് കിട്ടിയവരാണ്. മുത്തുനബി തങ്ങൾ പിൻഗാമികളായി വരുന്ന നമ്മളെപ്പോലെയുള്ള പിൻഗാമികൾക്ക് മുൻഗാമികളെ എത്തിപ്പിടിക്കാനോ അവരുടെ സൗഹൃദം കിട്ടാനോ സാധ്യമായിട്ടില്ലെങ്കിൽ കൂടെ നമ്മുടെ മനസ്സിനുള്ളിലെ ഈമാൻ, വിശ്വാസം കൊണ്ട്, സ്നേഹം കൊണ്ട് അവരിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ മശായിഖ് മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് മദാഹിബുൽ അർബഅയുടെ ഇമാമിങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ അജ്മീർ ശൈഖ് തങ്ങൾ അവറുകളെ നമ്മൾ സ്നേഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ കാലത്ത് ജീവിക്കാൻ പറ്റിയില്ല. അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് മഹത്തുക്കളെ അല്ലാഹുവേ, സ്നേഹമുണ്ട് കൽബിൽ. ആ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ അങ്ങോട്ടെത്താൻ മുത്തുനബി തങ്ങൾ പറയുന്നു, തൂബാ ലിമൻ റആനി വആമന ബി മറ, തൂബാ ലിമൻ റആനി വആമന ബി മറ, എന്നെ കാണാൻ കഴിഞ്ഞവരുടെ സൗഭാഗ്യമേ, വആമന ബി, എന്നിൽ വിശ്വസിക്കാനും കഴിഞ്ഞവരുടെ സൗഭാഗ്യമേ, മറ, അവർക്ക് ഒരു സൗഭാഗ്യമുണ്ട്, എന്റെ സ്വഹാബിമാർ. വതൂബാ ലിമൻ ലം യറനി വആമന ബി 7 മറات. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചു.
എന്നാൽ തൂബാ സൗഭാഗ്യമേ ലിമല്ലം യറനി, എന്നെ കാണാതെ വആമന ബി, എന്നിൽ വിശ്വസിച്ച ആളുകൾ, അവർക്ക് 7 സൗഭാഗ്യങ്ങളുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഇസ്ലാം എന്നത് സ്നേഹബന്ധങ്ങളാണ്. നിബിതങ്ങൾ എന്ന് സ്വഹാബിമാർ ഏറ്റെടുത്തു, സ്വഹാബിമാർ താബിഈങ്ങൾ ഏറ്റെടുത്തു, താബിഈങ്ങൾ, പിന്നെ അവർക്ക് ശേഷം വന്ന ഖലഫുകൾക്ക് ശേഷം അവരുടെ ഖലഫുകള്, അങ്ങനെ നമ്മിലേക്ക് എത്തിപ്പെടുന്നു. നമുക്ക് ഹബീബിനെ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ മഹാനായ ശംസുൽ ഉലമയെ പോലെ പൂമുഖമുള്ള പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലയോ? ഇതൊരു സൗഭാഗ്യമല്ലേ? അതൊക്കെ ദീനിന്റെ നന്മയാണ്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ കഴിഞ്ഞവരില്ലേ ഈ സദസ്സിൽ? സൗഭാഗ്യല്ലേ? ഇന്നതാ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ. എന്താണ് വാവാട് കുഞ്ഞിക്കോയ ഉസ്താദിന്റെ ഒക്കെ ആ ഒരു മുഖത്തിന്റെ വെളിച്ചം എത്രയാണ്! അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്തൊരു തെളിമയാണ്, ഒരു വെളിച്ചമല്ലേ വാവാട് ഉസ്താദിന്റെ മുഖമൊക്കെ. എല്ലാ പണ്ഡിതന്മാർക്കും ചിലരൊക്കെ അതിന് വേറിട്ട് നിൽക്കും. ചില മുഖങ്ങൾക്കൊരു ശോഭയുണ്ട്, നമുക്കവരെ കാണാൻ പറ്റുന്നില്ലേ? അതൊരു സൗഭാഗ്യമല്ലേ? നമുക്ക് ആർക്കും ആരെ പറ്റും പറയാൻ കഴിയില്ല. അല്ലാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങൾ പെടുത്തി തരട്ടെ. സജ്ജനങ്ങളെ കാണാൻ പറ്റിയില്ലേ? അവരവരുടെ മുൻഗാമികളെ കണ്ടവര്, അവരവരുടെ മുൻഗാമികളെ കണ്ടവര്, അവരവരുടെ മുൻഗാമികളെ കണ്ടവര്, തലമുറകളായി വിജ്ഞാനത്തിന്റെ ദീനിന്റെ നന്മയുടെ വെളിച്ചം ചില മുഖങ്ങളിൽ നിന്ന് മുഖങ്ങളിലേക്ക് കൈമാറപ്പെടുന്നത് ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കും. അത് ഈ ദീനിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, എന്നെ കാണുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തവർക്ക് ഒരു സൗഭാഗ്യം, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചവർക്ക് 7 സൗഭാഗ്യങ്ങൾ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന നാസം മിൻ ഉമ്മതി യഅതൂന മിൻ ബഅദി. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹബീബിനെ സ്നേഹിക്കുന്നവരെ കുറിച്ച്, ഇന്ന നാസം മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തികളിലെ ഒരു വിഭാഗം ആളുകള്, എല്ലാവരും അതിൽ നിൽക്കൂല എന്നാണ്, ഒരു വിഭാഗം ആളുകൾ ഹുബ്ബിന്റെ ആളുകളാണ്. യഅതൂന ബഅദി, എന്റെ കാലശേഷം വരും. യവദ്ദു അഹദുഹും ലവ് ഇശ്തറാ റുഅയതി ബിഅഹ്ലിഹി വമാലിഹി, സ്വന്തം ഭാര്യയും മക്കളും സമ്പാദ്യവും ബിസിനസ്സും എല്ലാം അല്ലാഹുവേ നിനക്ക് ഞാൻ തരാം, എന്റെ ഹബീബിനെ ഒന്ന് കാണിച്ചു തരുമോ? എന്റെ ഹബീബിനെ ഒരു സ്വപ്ന ദർശനം തരുമോ? എന്റെ സമ്പാദ്യം മുഴുവൻ തരാം, എനിക്ക് ഹബീബിന്റെ ഒരു മുഖം കാണണം എന്നാഗ്രഹിച്ചു പോകുന്ന ഉമ്മത്തികൾ എന്റെ ഉമ്മത്തികളിൽ വരാനുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കാലം കൊണ്ട് പിറകയായി വന്നത് നമ്മുടെ ന്യൂനതയല്ല, ആ ന്യൂനതയെ മറികടക്കാൻ സ്നേഹത്തിന്റെ ഒരു പാലം സജ്ജനങ്ങളിലേക്ക് പണിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മൾ ചർച്ച ചെയ്തത്